ഹേ ഓൾ, ഇന്ന് ഞാനുണ്ടല്ലോ എൻ്റെ കയ്യിലുള്ള കുറച്ച് മിസ്റ്റിന്റെ കളക്ഷൻ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇവിടെ വന്നിട്ടാണ് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ കുറിച്ച് കേൾക്കുന്നതൊക്കെ കേട്ടോ. അപ്പം അത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്നാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പൊ ഞാൻ സ്വന്തമായിട്ട് വാങ്ങാൻ തുടങ്ങി കഴിഞ്ഞപ്പോ ഇവിടെ ഓഫർ ഇടയ്ക്ക് വരും. അപ്പൊ അത് കാണുമ്പോൾ എനിക്ക് അങ്ങോട്ട് വാങ്ങിയില്ലെങ്കിൽ എന്തോ ഉള്ളിൽ ഭയങ്കര വിഷമമാടേ. അങ്ങനെ വാങ്ങിച്ചു വെച്ച കുറച്ച് സാധനങ്ങളുണ്ട്. 2 എണ്ണം തീരാറായിട്ടുണ്ട്. ഓക്കെ, മീൻസ് തീരാറായത് പലതും ഉണ്ടാവും. നമുക്ക് നോക്കാം എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. രണ്ടും നല്ല സ്മെല്ലാണ്, എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ, നമുക്ക് ഓഫർ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ധൈര്യമായിട്ട് വാങ്ങിക്കാം. നല്ല സ്മെല്ലാ. പിന്നെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മിസ്റ്റ് അല്ലേ, അപ്പൊ അധികം നേരം ഒന്നും ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല. ഒരു 3 hours ഒക്കെ മാക്സ് ടു മാക്സ് കിട്ടും നമുക്ക്. പക്ഷെ അടിക്കുമ്പോൾ ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ, നമുക്ക് ഉള്ളിൽ നിന്ന് ഒരു തണുപ്പ് ഫീൽ ചെയ്യത്തില്ലേ? അങ്ങനത്തെ ഐറ്റംസ് ആണ് കേട്ടോ ഈ ബാത്ത് ആൻഡ് ബോഡിയുടെ മിസ്റ്റ്. ബാക്കിയുള്ള മിസ്റ്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, അതാണ് ഇതിന്റെ കാര്യം പറഞ്ഞാൽ മതിയല്ലോ. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, ഇത് ഞാൻ യൂസേ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ വേണ്ട ഇതെന്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്, ഇൻ ടു ദി നൈറ്റ് എന്ന് പറഞ്ഞിട്ടില്ല. നല്ല രസമുള്ള മിസ്റ്റ് ആണ് കേട്ടോ. ഇത് തീരാറായിട്ടുണ്ട്, ഇത് വാങ്ങിക്കണം. ഇത് തൊണ്ടേ ഇത്രയും കൂടെ ഉള്ളൂ, ഇത്രേ ബാക്കിയുള്ളൂ ഇനി. അതുകൊണ്ട് ഇതിന്റെ മൂട്ടിൽ ഇത്ര ഉള്ളടെ. ഇതെന്റെ ഫേവറേറ്റ് ഐറ്റം ആയിരുന്നു കേട്ടോ. ലൈക്ക് ഇത് ഭയങ്കര അടിപൊളി സ്മെല്ലാ. എന്നിട്ടാണ് 1000 ക്രിസ്മസ് വിഷസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഏതൊരു ക്രിസ്മസ് ടൈമിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നതാ. ഈ സാധനം പിന്നെ ഇറക്കിയിട്ടില്ല, അന്ന് കണ്ടതേ ഉള്ളൂ. പിന്നെ ഇത് കണ്ടിട്ടില്ല. വേറെ ഒക്കെ ഇറങ്ങുന്നുണ്ട്, അതിന്റെയൊക്കെ വീണ്ടും വീണ്ടും വരുന്നുണ്ട് ഷോപ്പിൽ. പക്ഷെ ഇത് പിന്നെ വന്നിട്ടില്ല. പൊന്നടാവ്, ഇത് അടിപൊളി എന്ന് പറഞ്ഞാൽ കിടുക്കാച്ചി സ്മെല്ല. പിന്നെ മിഡ് നൈറ്റ് ബ്ലൂ സിട്രസ് എന്ന് പറഞ്ഞിട്ടുള്ളത്, ഇത് കൊള്ളാം. ഇതും നേരത്തെ കാണിച്ച പോലെ തന്നെ ഇതിന്റെ പോലത്തെ ക്രിസ്മസ് വിഷസിന്റെ പോലത്തെ തന്നെ ഒരു കൈൻഡ് ഓഫ് സ്മെല്ലാണ്, പക്ഷെ കുറച്ച് ഡിഫറെന്റ് ആണ്. പക്ഷെ ഇതും അടിപൊളിയാണ്. ഇതും ഇതുകൊണ്ട് ഇത്ര ഉള്ളൂ, തീരാറായിട്ടുണ്ട്. പിന്നെ പോപ്പി ഞാൻ ആദ്യമായിട്ട് ഈ പോപ്പിനെ കാണുമ്പോൾ പോപ്പിക്ക് 89 dirhams ആയിരുന്നു റേറ്റ് അന്ന്. ബാക്കി എല്ലാത്തിനും ഓഫർ ഉണ്ട്, പോപ്പിക്ക് ഓഫർ ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ കാത്തിരുന്നു. ഫൈനലി പോപ്പിക്ക് ഓഫർ വന്നപ്പോൾ ഞാൻ വാങ്ങി. ഇപ്പൊ ഞാൻ മോസ്റ്റ്ലി ഡെയിലി യൂസ് ചെയ്യുന്നത് പറയുന്നത് ഈ ഒരു സാധനമാണ്. ഓക്കെ, അപ്പം എന്റെ കയ്യിലുള്ളത് 6 numbers ആണ്. പോപ്പി നല്ലതാ, ഇൻ ടു ദി നൈറ്റ് നല്ലതാ, മിഡ് നൈറ്റ് ബ്ലൂ നല്ലതാ, ഡെഫിനറ്റ്ലി ക്രിസ്മസ് വിഷസ് ഇത് വളരെ നല്ലതാ. ഇത് തീർന്നു കഴിഞ്ഞാൽ എന്ത് എന്നുള്ളത് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ യൂസ് ചെയ്തിട്ടാണ്. പക്ഷെ എന്റെ കെട്ടിയോനുണ്ടല്ലോ, അങ്ങോർക്ക് ഈ സാധനം മതി, ഇവിടെ നിൽക്കുന്നുണ്ട്. ഇത് അടിച്ചടിച്ച് തീർത്തത് അങ്ങോരൊറ്റ ഒരാളാ. നിങ്ങൾ കേൾക്കണ്ടോന്ന് അറിയില്ല, ഇപ്പോഴും അടിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ വിന്റർബെറി ആണ് ഇതിന്റെ പേര്. മാറ്റി വെക്കട്ടെ, വിന്റർബെറി ആണിത്. ഇത് നല്ല സ്മെല്ലാണ്. എന്താ പറയാ, എനിക്ക് ഇച്ചിരി ഫ്രൂട്ടി ആയിട്ടുള്ള സ്മെല്ലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടാ തോന്നുന്നുണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കും. അത് നല്ല രസമുണ്ട് കേട്ടോ. ഇതിനെ ഇതുവരെ അടിച്ചിട്ടില്ല, പിൻറ്റേഡായി അടിക്കാം. മഞ്ഞില്ലേ, യൂസ് ചെയ്യാത്തത് തന്നെ, ഫസ്റ്റ് ടൈം അല്ല എടുത്തത്. കൊള്ളാം കൊള്ളാം കൊള്ളാം, എല്ലാം കൊള്ളാം. അപ്പൊ നമുക്ക് ഓഫറൊക്കെ വരുമ്പോഴേക്കും ബട്ടൺ ബോഡിയുടെ മിസ്റ്റ് വാങ്ങിക്കോ. ഞാൻ പറയുകയാണെങ്കിൽ ഇത് വർത്താണ്. കാരണം ഇത് എന്റെ കയ്യിൽ വന്നിട്ടോ ഇറ്റ്സ് ബീൻ അറൌണ്ട് 3 years. ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്തായാലും ഒരു 2 years കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും നാളൊക്കെ ഇത് നിൽക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് വർത്താണ് കേട്ടോ, എന്നെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അതാ